84-കാരിയെ തെരുവുനായ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടുങ്ങി വെള്ളറക്കാട് ഗ്രാമം. കൊല്ലൻപടിയിൽ ഇന്നലെ സന്ധ്യയോടെയാണ് അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുൻപ് വീണ് എല്ലുപൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്യായനി. മാനസികാസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള 2 മക്കളുമുണ്ട്. ഇന്നലെ വൈകിട്ട് 5:30-യോടെ തൊട്ടടുത്ത് താമസിക്കുന്ന കാർത്യായനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. ഉച്ചയ്ക്കും മണി ഭക്ഷണം നൽകിയിരുന്നു. വൈകിട്ട് മണി വീട്ടിൽ പോയി അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചുകിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയ നേരത്ത് മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. അതിക്രൂരമായാണ് വയോധികയെ നായ ആക്രമിച്ചിരുന്നത്. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ചുതന്നെ വയോധിക മരിച്ചിരുന്നു. ആക്രമണകാരിയായ വലിയ നായ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പ്രദേശത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വയോധികയെ ആക്രമിച്ച ശേഷം നായ തൊട്ടടുത്തുള്ള വീട്ടിലെ വളർത്തുനായയെയും കുറച്ചപ്പുറത്ത് വീടിനു മുന്നിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന യുവാക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതിനും പുറത്തിറങ്ങുന്നതിനും മുതിർന്നവരോടൊപ്പം മാത്രമേ കഴിയുന്നുള്ളൂ. പ്രദേശത്ത് തുകൽ തൊഴിൽ നടത്തുന്നതിനാൽ തെരുവുനായ്ക്കൾ മാംസം ഭക്ഷിക്കാനെത്തുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി.